ഹലോ ഗായ്സ്, അപ്പോൾ ഇത് കുറച്ച് മുന്നത്തെ വീഡിയോ ആണ്. കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയതിൻ്റെ വീഡിയോ ആണ്. ഞാനും മമ്മിയും കൂടിയിട്ടാണ് നാട്ടിൽ പോയത്. മമ്മി എൻ്റെ കൂടെ ഒരു 2 ആഴ്ച നിന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ള കാരണം. അപ്പോൾ ഞങ്ങൾ രാവിലെ നേരെ പോയിട്ട് ഇറങ്ങിയത് മണ്ണുത്തിയാണ്. എന്നിട്ട് അവിടെ നിന്ന് കാറ് സർവീസ് ചെയ്യാനുണ്ടായിരുന്നു. അതിന് വേണ്ടി കൊണ്ടുപോയി. ആദ്യമായിട്ടാണ് കേട്ടോ പോകുന്നത് സർവീസ് സെൻറ്ററിൽ. എന്താ പറയുക, റിനോൾട്ട് ഞങ്ങൾ എടുക്കുന്ന സമയത്ത് ഇത്ര വലിയ ബ്രാൻഡാണെന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അവർക്ക് കുറേ അധികം വണ്ടികളുണ്ടെന്ന് അവിടെ പോയപ്പോഴാണ് കണ്ടത്. റിനോൾട്ടിൻ്റെ എൻ്റെ ഡസ്റ്റർ മാത്രമേ എനിക്ക് അറിയുന്നുണ്ടായിരുന്നുള്ളൂ. നമ്മുടെ ട്രൈബറും കൈഗറും ഒക്കെ കണ്ടത്. പിന്നെ ക്വിഡ്, അങ്ങനെ കുറേ എണ്ണം ഉണ്ടെന്ന് അപ്പോഴാണ് മനസ്സിലായത്. എടുക്കാൻ ചെന്നപ്പോൾ അതിലും വലിയ ആശ്ചര്യമായിരുന്നു ഇപ്പോൾ സർവീസ് സെൻറ്ററിൽ പോയപ്പോൾ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ അപ്പോൾ പോയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പോയത് സീമാസിലേക്കാണ്, തൃശ്ശൂരുള്ളത്. സാരിക്കൊക്കെ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സാരിക്ക് തന്നെയാണ് കൂടുതൽ തോന്നിയിട്ടുള്ളത്. യൂണിഫോം സാരികളൊക്കെ ആയിരുന്നു കൂടുതൽ. ഒരു 10 50 100 ഒക്കെ വരണമെങ്കിലും അതിൻ്റെ കളക്ഷൻസ് അവരുടെ ഉണ്ടായിരുന്നു. ഞാൻ ചെന്ന് കയറുമ്പോൾ തന്നെ ഈ കറുപ്പും വെള്ളയും അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, സാരി എടുക്കാനുള്ള പ്ലാനേ ഉണ്ടായിരുന്നില്ല. ചുരിദാറായിരുന്നു മനസ്സിൽ. അപ്പോൾ പിന്നെ അത് കണക്കാക്കിയില്ല, ശ്രദ്ധിച്ചില്ല. സാരി ഒക്കെ നമ്മളെപ്പോഴും എടുക്കണതല്ലേ. അങ്ങനെ ചുരിദാറൊക്കെ നോക്കി, അമ്മയ്ക്ക് 2-3 സാരിയൊക്കെ നോക്കി, അപ്പയ്ക്ക് ഡ്രസ്സൊക്കെ എടുത്ത് ഞാൻ ഇന്ന് രാത്രി എന്ത് ഇടണം എന്ന് വിചാരിച്ചപ്പോൾ പെട്ടെന്ന് എന്നാൽ പിന്നെ അതെടുത്താലോ എന്ന് വിചാരിച്ച് ഓടി വന്ന് അത് പാക്ക് ചെയ്തിട്ട് പോരുക ചെയ്തത്. നമ്മളായിരുന്നു ഇവിടെ ആദ്യത്തെ കസ്റ്റമർ. കാരണം രാവിലെ നമ്മൾ ഡയറക്റ്റ് പോവുകയല്ലേ ചെയ്തത്. അപ്പോൾ ആദ്യത്തെ കസ്റ്റമർ നമ്മളായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളെ പിടിച്ച് റിവ്യൂ ഒക്കെ പറയിപ്പിച്ചു. അത് കഴിഞ്ഞ് ഞാനും മമ്മി നേരെ വീട്ടിലേക്ക് പോന്നു. പിന്നെ ബ്യൂട്ടി പാർലറിൽ പോയിട്ടുണ്ടായിരുന്നു. മുടിയൊക്കെ ഒന്ന് സ്പാ ചെയ്തു. ഒന്ന് ഫേഷ്യൽ ചെയ്യാനാ പോയത്. കറക്റ്റ് പറഞ്ഞാൽ 1 വർഷമായിട്ടുണ്ടാവും ചെയ്ത്. അപ്പോൾ ഏട്ടത്തിയുടെ കൂടെ പോയ കാരണം അവള് പറഞ്ഞു മുടി നല്ല ഡ്രൈ ആയിക്കണം, നമുക്ക് സ്പാ കൂടി ചെയ്യാമെന്ന്. അങ്ങനെ അതും ചെയ്തു. ലൈഫിൽ ആദ്യമായിട്ടായിരുന്നു കേട്ടോ. ചെയ്ത വഴിക്ക് മുടിയൊക്കെ സെറ്റ് ചെയ്തിട്ടപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കാപ്പിരി പിടിച്ച മുടിയായ കാരണം ഒരു കാറ്റടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കത്തിക്കല് പഴയ പോലെ ആവും. അത് പഴയ പോലെ ആവും, എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അത് കഴിഞ്ഞ് നമ്മൾ ഡ്രസ്സൊക്കെ മാറി ഫ്രഷ് ആയിട്ട് നമ്മൾ നേരെ അച്ചാച്ചൻ്റെ വീട്ടിൽ പോയി. തലേ ദിവസത്തെ പരിപാടികൾ നമ്മൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കാര്യമായിട്ട് എടുത്തിട്ടില്ല. പിറ്റത്തെ ദിവസം ഞായറാഴ്ചയായിരുന്നു നമ്മുടെ എൻഗേജ്മെൻറ്റ് ഫംഗ്ഷൻ. അന്നും പിറ്റത്തെ ദിവസം ഞാൻ തന്നെയാണ് കാർ എടുത്തത്. ഇപ്പോൾ ബാക്ക് പെയിൻ ആയ കാരണം ഞാൻ ഇങ്ങനത്തെ റിസ്ക് പിടിച്ച പരിപാടികളൊന്നും ചെയ്യാറുണ്ടായിരുന്നില്ല. പിന്നെ കഴിഞ്ഞ 3 മാസമായിട്ട് ജോബിച്ചുള്ള കാരണം ഞാൻ കാറ് കൈകൊണ്ട് തൊട്ടിട്ടില്ല എന്ന് വേണം പറയാം. ആകെ കൂടി വേളാങ്കണ്ണിയിലെ ധനുഷ്കോടി പോകുന്ന സമയത്ത് ഒരു 1/2 മണിക്കൂർ ഓടിച്ചു, അത്രയേ ഉള്ളൂ. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ കണ്ടിന്യൂസ്ലി കാർ എടുത്ത 2 ദിവസങ്ങളായിരുന്നു. കല്യാണത്തിന് പോകുമ്പോഴാണെങ്കിലും വരുമ്പോഴായാലും നമുക്ക് കച്ചവടത്തിൻ്റെ കുറച്ച് സാധനങ്ങൾ കൊടുക്കാനും വാങ്ങിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതും എൻ്റെ ഇടയ്ക്കൂടെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ അപ്പോൾ വണ്ടിയും എന്നെ പോയി വരണം. പിന്നെ നമുക്ക് തലേദിവസമായാലും പിറ്റത്തെ ദിവസമായാലും ഒഴിവാക്കാൻ പറ്റാത്ത പരിപാടിയായ കാരണം ഇവരുടെ കച്ചവടവും കുറച്ച് നീണ്ടുപോയി എന്ന് പറയാം. അപ്പോൾ നമുക്ക് അക്കിക്കാവുള്ള എവറസ്റ്റ് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു എൻഗേജ്മെൻറ്റ്. ഈ ധന്യശീലത്തിന് സാക്ഷി വഹിക്കാനാണ് നാം എല്ലാവരും ഇവരെ സന്നിഗ്ധരായിരിക്കുന്നത്. ഒരുപാട് നാളത്തെ പ്രാർത്ഥനകളെയും കാത്തിരിപ്പിന്റെയും ഒരുക്കങ്ങളുടെയും ഒരു റിസൾട്ടാണ് ഇന്നത്തെ റിസൾട്ട്. Before we proceed further, let us pause to seek the divine blessings of the Almighty, who is the ultimate guide of every new being. Let us listen to a soothing prayer song. Purapikal is a cherished tradition, a ceremony that symbolizes the formal confirmation of engagement. It is a moment where the blessings of elders and the grace of Almighty come together to solidify this beautiful bond between humanitarian and elders Bobbin bond. This sacred ritual marks the beginning of a new chapter in their lives, a chapter that promises love, joy, and togetherness. With great respect and honor, I invite Anu Umman Achin, Sabu Koshi Achin, and Shaimon Ilyas Achin to come onto the dais to grace this ceremony. എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി ഞാൻ എന്തോ ചെയ്യേണ്ടു നിനക്കേശുപാരാ. അങ്ങനെ എല്ലാവരുടെയും ആഭിമുഖ്യത്തിൽ നമ്മുടെ എൻഗേജ്മെൻറ്റ് ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ വിവാഹ നിശ്ചയത്തിൻ്റെ ശുശ്രൂഷയുടെ ഏറ്റവും അതിപ്രധാനപ്പെട്ടതായ ഒരു ഭാഗമാണല്ലോ. ഇതിൻ്റെ വ്യക്തതയ്ക്കായി ഞാനൊന്നാം പറയട്ടെ. പഴനി ഇമ്മാനുവേൽ മാർത്തോമ ഇടവകയിൽ പുതുക്കോട്ടിൽ ശ്രീ ജോയുടെയും ശ്രീമതി ജിജിയുടെയും മകൾ റുഹമ ഇറ്റ്യാനവും തൃപ്പൂണിത്തുറ സെന്റ് മേരീസ് ജാക്കബറ്റ് സിറിയൻ ചർച്ച് ഇടവക അംഗങ്ങളായിരിക്കുന്ന ശ്രീ ബോബന്റെയും ശ്രീമതി മിനിയുടെയും മകൻ എൽദോസ് ബോബൻ പോളും തമ്മിലുള്ളതായ വിവാഹ ശുശ്രൂഷ 2025 ഫെബ്രുവരി മാസം 15-ാം തീയതി
ഉച്ച കഴിഞ്ഞ് 2:30 മണിക്ക് സെന്റ് മേരീസ് ജാക്കോബൈൻ സിറിയൻ ചർച്ച് തൃപ്പൂണിത്തറയിൽ വെച്ച് നടത്തുന്നതിന് ഇതിനാൽ തീരുമാനിച്ചിരിക്കുന്നു. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ഈ വിവാഹം അനുഗ്രഹിച്ച് ഉറപ്പിച്ചിരിക്കുന്നു. ആമേൻ. Welcome Rumai Team and Aldous all onto the stage. तुमसे मिले तो कुछ गुनगुनी सी. അങ്ങനെ ഒഫീഷ്യലി എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് 2 പേര് മാത്രമല്ല 2 പേരുടെ കുടുംബങ്ങളും ഇനി ഒന്നിച്ച് ചേരാൻ പോവുകയാണ്. ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ചാച്ചൻ്റെ മകളാണ്. അതുകൊണ്ട് എനിക്ക് അനീതിയാണെങ്കിലും ആളുടെ പെങ്ങളാണ്. ജോബിസിനിപ്പോൾ പോയിട്ടുള്ളൂ, വരാൻ പറ്റില്ല എന്നറിയാം. എന്നാലും ലീവും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ശനിയാഴ്ച ലീവ് കിട്ടിയില്ല. അല്ലെങ്കിൽ വെള്ളിയാഴ്ച വന്നിട്ട് ഞായറാഴ്ചയെങ്കിലും പോകാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടി എടുത്ത് ഈ ഒരു ഫോട്ടോയിൽ ഞാൻ ശരിക്കും ആളെ മിസ് ചെയ്തു. ഇതൊക്കെ ആളുടെ കസിൻസാണേ. ഇല്ല
പൊന്നാനികളെ ആയത്തിൽ തൊട്ടേ ആകാശ പൊന്നാനികളെ ആയത്തിൽ തൊട്ടേ like a missing piece you are of my life dera 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 അങ്ങനെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. മട്ടൻ ബിരിയാണിയും പൊറോട്ടയും വെള്ളയപ്പം ഒക്കെ കഴിച്ചു. പിന്നെ നമ്മൾ ഡെസേർട്ടായിട്ട് ഐസ്ക്രീമും പുഡിങ്ങും ഉണ്ടായിരുന്നു. ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഏറ്റവും ലാസ്റ്റാണ് വന്നത്. ഏകദേശം 2:30-3:30 ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ മണ്ഡപത്തിൽ നിന്ന് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ അടിച്ചു പൊളിച്ചിട്ട് പോയി വന്നു എന്ന് പറയാം. ഇനി ഫെബ്രുവരിയിലാണ് കല്യാണം. അപ്പം ഞാൻ അടുത്ത് നാട്ടിൽ വരുന്നത് കല്യാണത്തിനായിരിക്കും. അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും സന്തോഷമായിട്ട് ഇന്നത്തെ ഒരു ദിവസം തീർന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.